ഇപ്പൊ ഞാൻ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കില്ലായിരുന്നു. ഇത്തരം സ്ത്രീകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാം. പക്ഷെ എന്റെ അഭിപ്രായം അപ്പോഴും ഞാൻ ഇത്ര പറയുള്ളായിരുന്നു, വേണ്ട. കാരണം നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിവില്ല. അനിൽ ചേട്ടൻ അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഒരു അവിടെ ഉണ്ടായ ഒരു ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എന്നെയും ബാധിക്കും. ഒരാളെങ്കിൽ ചിലപ്പോൾ എന്നെയും തെറ്റിദ്ധരിച്ചേക്കാം. കുറെ കൂടി PR വർക്ക് ചെയ്തിട്ട് വേണമായിരുന്നു അകത്ത് പോവാൻ എന്നുള്ളത്. കുറെ കൂടി PR വർക്ക് എന്നല്ല, PR വർക്ക് ചെയ്തിട്ട് ഞാൻ PR വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇപ്പം എനിക്കിപ്പോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഫുഡ് തന്നിട്ടുണ്ട്. അത് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കല്ലേ. ലൈഫിൽ കുറെ എടുത്തു ചാടിയത് കൊണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് എടുത്തു ചാട്ടം നല്ലതല്ലെന്ന് പഠിച്ച പ്രൊഫഷണൽ ലൈഫ് എന്നല്ല, എന്റെ ലൈഫില് എന്റെ ഏറ്റവും വലിയ ടീച്ചറാണ് എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ്. അവിടെ ആക്ച്വലി 2 ബാത്റൂമേ ഉള്ളൂ, 2 ടോയ്ലറ്റേ ഉള്ളൂ. നമ്മൾ 19 ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ആ സമയത്ത് ഇത് തോന്നുമ്പോ ഈ 19 പേർക്ക് ഒരേ സമയം തോന്നിയാൽ അത് കൺട്രോൾ ചെയ്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് പറയുന്ന പോലെ അല്ല, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ആര് പുറത്തു പോകണമെന്നാണ്. എനിക്ക് 2 പേരും 100% അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ജിൻഡോ ചേട്ടൻ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല, ജാസ്മിൻ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സായി ചേട്ടൻ, സിജോ ചേട്ടൻ, ഇവരെ, അർജുൻ, ശ്രീതു, പുറത്തിറങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലായത് ജിൻഡോ ചേട്ടനായാലും ജാസ്മിനായാലും അവരെ ഞാൻ പറയുന്നില്ല, പുറത്ത് നിൽക്കുന്ന അവരുടെ ആരാധകർക്ക് ഇത്രയും ഭയമുണ്ടായിരുന്നു എന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലായത്. എന്നെനിക്ക് അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു. ഇപ്പൊ ആക്ച്വലി എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, ഹാക്കായി പോയി. അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കണമെന്ന് എനിക്ക് അറിയില്ല. ഈ PR വർക്കിന്റെ കാര്യം മുൻപേ അറിയില്ല. പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ കഴിയുന്നത് വരെയും PR വർക്കിനെ കുറിച്ചൊരു എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന 2 പീസ് ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ 19 പേരുണ്ട്. നമ്മളത് ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ കിട്ടിയത് 2 പീസാ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രതികരണങ്ങൾ നമുക്ക് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോ അല്ല മറ്റു രീതിയിലേക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാം. പക്ഷെ എവിടേക്കും അത് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ആ കൊടുക്കുന്നതിൽ കൂടി കുറെ കൂടി ഇതിന് ഫ്യൂവൽ കിട്ടുക ചെയ്തത് ഈ വിഷയങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ അല്ലെ. ഒരു കാരണത്തെ മറുപടി അർഹിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം പരാമർശങ്ങൾ എവിടേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നില്ലേ, എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറയട്ടെ, ആക്ച്വലി ഇപ്പൊ ഞാൻ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കില്ലായിരുന്നു. ആൽബി ചേട്ടൻ പറയാൻ വിടുകയും ഇല്ലായിരുന്നു. എന്റെ അഭിപ്രായം വിടുമെന്ന് പറയുമ്പോൾ അദ്ദേഹം, ഞാൻ പറയല്ലോ, എത്രയെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാനും അദ്ദേഹം ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അദ്ദേഹം വേറൊരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താനോ, കൊച്ചുകുട്ടിയാണെങ്കിൽ നമുക്ക് പോവരുത് എന്ന് പറഞ്ഞ് കെട്ടിയിടാനോ മുറിയിൽ അല്ലെങ്കിൽ നമുക്ക് മാറ്റി നിർത്താനോ പറ്റും. ഇതിപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് പ്രതികരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാം. ഇപ്പൊ ഞാനെന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ പോലും മലയാളം സീസൺ ബിഗ് ബോസിൽ ഇത്തരം സ്ത്രീകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാം. പക്ഷെ എന്റെ അഭിപ്രായം അപ്പോഴും ഞാൻ ഇത്ര പറയുള്ളായിരുന്നു, വേണ്ട. കാരണം നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ അഖിൽമാരെ അത് വ്യക്തമായിട്ട് പറയുന്നത് വരെ നമുക്ക് ഇത്തരം, അല്ലെങ്കിൽ ഇപ്പം ആൽബിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അതിന്റെ അല്ല, കേട്ട് 2 പേരുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വാക്കുകൾ എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും വീട്ടുകാരെയും പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴും ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് അങ്ങനെ പറഞ്ഞ ഇതില് തിരിച്ച് മറുപടി പറയാം. ഒരു ഭാര്യ എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ച് കേൾക്കേണ്ടി വരും എന്നുള്ളത് പറയാം. അവിടെ അമ്മയും പെങ്ങളും കുഞ്ഞു മക്കളെ വരെ വലിച്ചഴക്കുന്നു എന്നുള്ള സാധനത്തിലേക്ക് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും ആ പരാമർശം വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതെന്റെ ഭർത്താവല്ല, എന്റെ ആളോട് പറഞ്ഞിരുന്നു, ആളോടും നേരിട്ട് പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് ഇപ്പൊ നിങ്ങളെ മുന്നിൽ നിന്ന് പറയും, പിന്നെ അദ്ദേഹത്തിനോട് എന്താ പറയാ, ആ ഒരു ഭാഷാ രീതി വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹം റിയാക്ട് ചെയ്തത് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ. ഭാര്യ എന്ന നിലയിൽ ഞാൻ ആ വീട്ടിലുള്ള സമയത്ത് ഇത്തരം ഓപ്പോസിറ്റ് അവിടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ, അദ്ദേഹം വിന്നറോ അതാ സെക്കൻഡറി ആണ്, ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് അഖിൽ ചേട്ടൻ അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവിടെ ഉണ്ടായ ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എന്നെയും ബാധിക്കും. ഒരാളെങ്കിൽ ചിലപ്പോൾ എന്നെയും തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ എന്റെ കൂടെ എന്നെ ജീവിക്കുന്ന, എന്നെ താലി കെട്ടി എന്റെ ഒപ്പം ജീവിക്കുന്ന എന്റെ പാർട്ട്ണർ എന്ന രീതിയിൽ അദ്ദേഹം അതിന് മറുപടി കൊടുത്തതിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റും, അദ്ദേഹം ഉപയോഗിച്ച ഭാഷ തെറ്റ് തന്നെയാണ്.
അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല, തെറ്റ് തന്നെ. അതെവിടേക്കോ അതിന്റെ റെസ്പോൺസിബിലിറ്റി അപ്സരയ്ക്ക് കൂടി വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഈ അങ്ങനെ ചോദ്യം പോലും എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അത്രേ ഉള്ളൂ. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടത് പോലും എന്റെ എൻ്റെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം എനിക്കത് സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയാം, അദ്ദേഹത്തിന് പ്രതികരിച്ചതിനോട് ഞാൻ ഒരിക്കലും നിയോജിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം പ്രതികരിച്ചത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അതിലുണ്ട്, ആരെങ്കിലും ഇപ്പം എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ എന്നെ അറിയാം, അദ്ദേഹത്തിന്റെ ഒരു വീട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒരു അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചേക്കാം എന്ന രീതിയിലൊരു മറുപടി എന്ന രീതിയിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ആ മറുപടി കൊടുത്തത്. അതിൽ ഞാൻ ഒരിക്കലും നിയോജിക്കില്ല. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അഖിൽ ചേട്ടന്റെ വീട്ടിൽ ഇരുന്ന ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, 100% തെറ്റ് തന്നെയാണ്. യെസ്. ആൻഡ് നമ്മളൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. യെസ്, 1/2 ആണ് നമ്മുടെ സെഗ്മെന്റ്. സോ ഇത്രേ ഉള്ളൂ. 2 കാര്യങ്ങൾ പറയും ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ട്. അതിൽ നിന്ന് ഒന്ന് മാത്രമേ എടുക്കാവൂ, പറയാവോ, പിക്ക് ചെയ്യാവോ? റെഡി? ട്രൈ ചെയ്യാം. പോവാം. ഓക്കെ. സോ ഞാൻ 2 കാര്യങ്ങൾ തരും. അതിൽ നിന്ന് ഒന്ന് വേണ്ട, ഇത് വേണ്ട, ഇത് ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് എടുത്ത് കളയാം. ട്രൈ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് വൺ, ലക്ഷറി ബഡ്ജറ്റ് ബേസ്ഡ് ഫുഡ് വേഴ്സസ് പവർ റൂം. പവർ റൂം ആവശ്യമില്ല. ആവശ്യമില്ലെന്നില്ല. രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷറി ബഡ്ജറ്റ്, നിങ്ങൾക്ക് അവിടുത്തെ ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ആക്ച്വലി ഭയങ്കര ഇത്രയും ആൾക്കാർക്ക് തരുന്ന ഫുഡ്, ഞാൻ അതൊരിക്കലും അവിടുത്തെ ഷോ അല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും കുറ്റം പറയില്ല. കാരണം എന്താ അറിയോ, വ്യക്തമായി നമുക്ക് ധാരണ തന്നിട്ട് തന്നെയാണ് നമ്മൾ ആ ഷോയിലേക്ക് അവർ വിളിക്കുന്നത്. ഈ ധാരണ എന്താണ് ശരിക്കും? എന്താന്ന് വെച്ചാൽ ഇതൊരു സർവൈവൽ ഷോയാണ്. ഈ അവിടെ ഒരു survival-ന്റെ സർവൈവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അവിടെ. നമുക്ക് പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഭക്ഷണത്തിന് പരിമിതികൾ ഉണ്ടാവാം. ഇവൻ ഞാൻ ഏതോ ഒരു ടാസ്കിൽ പറഞ്ഞത് വന്നൊന്നും എനിക്കറിയില്ല. അവിടെ ആക്ച്വലി 2 ബാത്റൂമേ ഉള്ളൂ, 2 ടോയ്ലറ്റേ ഉള്ളൂ. നമ്മൾ 19 ആൾക്കാർ അവിടെ ഉണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരമാണ്. ലൈക്ക് നമുക്ക് ആ സമയത്ത് ഇത് തോന്നുമ്പോൾ ഈ 19 പേർക്ക് ഒരേ സമയം തോന്നിയാൽ അത് കൺട്രോൾ ചെയ്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയുന്ന പോലെ അല്ല, നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. കാരണം 2 ടോയ്ലറ്റേ ഉള്ളൂ, 19 ആൾക്കാരുണ്ട്. ഈ 19 പേർക്ക് ഒരുമിച്ച് അകത്ത് ഇടിച്ചു കയറി പോകാൻ പറ്റില്ലല്ലോ. ഇത്തരം പരിമിതികൾ അവിടെ ഉണ്ടാവുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം, ഇല്ലെങ്കിൽ വേണ്ട. ഈ പരിമിതികളിലെ ഫുഡിന്റെ കാര്യത്തിലും ഈ പരിമിതി ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം ലക്ഷറി ബഡ്ജറ്റ്, ഇപ്പം നമുക്ക് റേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് വരും. ആ റേഷനിൽ നമുക്കിപ്പം 2600 രൂപയാണ് നമുക്ക് തരുന്നത്, പോയിന്റ് ആയിട്ട് തരുന്നത്. ഇതിനുള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമുക്കത് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ വരും. ഇത് വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഈ എല്ലാ ആൾക്കാർക്കും കുക്ക് ചെയ്യാൻ അറിയണമെന്നില്ല. കുക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും, നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചോണം. ശരിക്കും അതൊരു ഷോയുടെ ഭാഗം മാത്രമല്ലേ? അതല്ലാതെ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഫുഡ് തരുന്നില്ല, അല്ലാതെ ഫുഡ് അവിടെ തരുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഇനി പുറത്താർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ടാസ്കിന്റെ ബേസിൽ കിട്ടിയിട്ടുണ്ട്. ടാസ്കിന്റെ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും വിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഫുഡ്, എന്തെങ്കിലും ഒരു ഫുഡ്. ഇപ്പം പിന്നെ നമ്മൾ ഏതോ ഒരു ബെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു കൂപ്പൺ. അതിൽ നമുക്ക് ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് ബിരിയാണി അത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഫുഡ് തന്നിട്ടുണ്ട്. അത് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്റെ മോനെ, നിങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കല്ലേ. നമുക്ക് തമിഴ്നാട്ടിൽ നമ്മൾ പുറമെ നിന്ന് കാണുന്ന പോലെ ഇതിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഉള്ള ഭക്ഷണമല്ല, നിങ്ങൾക്ക് അതിനേക്കാൾ ഏറെ കിട്ടുന്നുണ്ട് എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറയട്ടെ, 19 പേർക്ക് 2 പീസ് ചിക്കൻ കിട്ടും. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന 2 പീസ് ചിക്കൻ ഫ്രൈയാ. നമ്മൾ 19 പേരുണ്ട്, നമ്മൾ അത് ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ കിട്ടിയത് 2 പീസാ. 19 പേർക്ക് നമ്മളിങ്ങനെ നമുക്ക് ഈ മറ്റേ ചിപ്സ് ഇല്ലേ, കായവറ്റല്, അത് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ലക്ഷറിയിലാണെങ്കിൽ പോലും മുറുക്കം നമ്മൾ എഴുതും, ഒരു പാക്കറ്റ് മുറുക്ക് വരും. 19 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും, എന്നിട്ട് ഒരെണ്ണം 2ആയിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. ചോക്ലേറ്റ് വന്നെന്ന് വെച്ചോ, ചോക്ലേറ്റ് 1 പീസ് ചോക്ലേറ്റ് അവിടെ വരും. പക്ഷെ വരുന്നത് ഒരു പാക്കറ്റ് ആയിരിക്കും. 19 പേരുണ്ട്, നമ്മൾ ഇത് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഇത്ര പീസായിരിക്കും. ഇതാണ് പരിമിതികൾ എന്ന് പറഞ്ഞത്. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വന്നിട്ടുണ്ട്. ഇപ്പം ലാലേട്ടന്റെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഫുഡ് അവർ തരുന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ തരുന്നത് പരിപ്പും ചോറും, ചപ്പാത്തി, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി. ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോൺ വെജ് തരുമോ, കൊതിയായിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇവിടെ. പക്ഷെ എവിടേക്കോ മുൻ മത്സരാർത്ഥികൾ പറയുന്നു, അവിടെ നിന്ന് ഈ ലക്ഷറി ബഡ്ജറ്റിൽ വരുന്ന രീതിയിലേക്കോ ഈ പറയുന്ന പരിമിതികളോ ഒന്നുമില്ല. ആഗ്രഹിച്ച മെനു കിട്ടിയില്ലെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിനൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല, ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല എന്നാണ്.
ശരിക്കും എവിടേക്കോ ഈ ഒരു ഷോയുടെ റേറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇതൊരു ഫിക്ഷൻ ആയിട്ട് മാറുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പറയുന്നില്ല, എനിക്കിപ്പോ നിങ്ങൾ മുന്നിൽ വന്നിരുന്നിട്ട് ക്രൂ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഷോയുടെയോ അല്ലെങ്കിൽ ജനങ്ങളെയോ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടസ്റ്റന്റ് ഇവരാരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം നിലവിൽ എനിക്കില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഫുഡ് ചിക്കൻ അതാണ് ഫുഡ് നമുക്ക് അവർ തരുന്നുണ്ട്, നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യം. പ്രോൺസ് ആണെങ്കിൽ പ്രോൺസ്, പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇപ്പൊ ഒരു നമുക്ക് 1,00,000 പേർക്ക് നമുക്കിപ്പം ഇപ്പൊ സദ്യയാണെന്ന് വെച്ചോ, ഒരാൾക്ക് കഴിക്കാനുള്ളതായിരിക്കാം മേ ബി തരുന്നത്. നമ്മൾ ഇത്രയും ആൾക്കാർ കഴിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിലെനിക്കിപ്പോ അവരെ അതില് എനിക്കിപ്പോ അവരെ ഫേവർ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞതാ. തരുന്നുണ്ട്, തന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. ചോക്ലേറ്റ് തന്നിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക് തന്നിട്ടുണ്ട്, പിന്നെ ബിരിയാണി തന്നിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഏതോ ഒരു സമയത്ത് എനിക്കാന്ന് തോന്നുന്നു ഏതൊരു ടാസ്ക് വിൻ ചെയ്തപ്പോൾ ഗിഫ്റ്റ് കിട്ടിയത് ബിരിയാണിയാണ്. ആക്ച്വലി അതിൽ ഒരു പീസ് ചിക്കൻ്റെ ഒന്നോ രണ്ടോ പീസും ഉണ്ടായിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ ഒരു ബിരിയാണി നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും? നമ്മൾ 19 പേര് അത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ 13 പേരുണ്ടായിരുന്നു ആ സമയത്ത്. 13 പേരുണ്ടായിരുന്നു ആ സമയത്ത്. അത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും മേ ബി, എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കും. പറഞ്ഞ ആരും വിശ്വസിക്കൂല. നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ഉപ്പില്ലാണ്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാത്ത ഈ ലോകത്ത് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചിക്കൻ കറി വെച്ചു, പക്ഷെ ചിക്കൻ ഒന്നും ഒരു രുചിയില്ലാന്ന് നമുക്ക് തോന്നിയത് ആ ഉപ്പില്ലാത്ത ഇരിക്കുന്ന സമയത്താണ്. കാരണം വെറും മണ്ണ് വാരി കഴിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ആണ് ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷെ കിട്ടുന്നതിന്റെ അളവ് ക്വാണ്ടിറ്റി വളരെ ഓരോ സീസണിലും ഇതിനെ അട്രാക്റ്റീവ് ആക്കാൻ, ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഓരോന്ന് ആഡ് ഓൺ ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരുന്നു കൂട്ടത്തിലെ പവർ റൂം ഈ സീസണിൽ. പക്ഷെ അത് തന്നെ ഒഴിവാക്കായിരുന്നു, അത് ആവശ്യമില്ല, അൺനെസസറി ആണെന്ന് ആ ഒരു തോന്നാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഇപ്പൊ ആക്ച്വലി എനിക്ക് ഈ ഗ്രൂപ്പായിട്ടായിരുന്നു ഇപ്പോഴത്തെ സീസൺ. ഇതിന് മുമ്പത്തെ സീസൺ വരെ ഇൻഡിവിജ്വൽ ആയിരുന്നു. ഒരു പരിധി വരെ അത് കുറെ നല്ല കണ്ടസ്റ്റൻസിനെ ബാധിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഗ്രൂപ്പുമായിട്ട് ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം, എനിക്ക് പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. പക്ഷെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരാൾക്കാർക്കും ഒരു ഡാൻസ്, ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ബേസിക്കലി ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച വ്യക്തിയാണ്. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഏറ്റവും ഡാൻസ് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നോമിനേഷനിൽ ചിലപ്പോൾ ഒരാൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, അയാൾക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയല്ലേ. ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അയാളുടെ ടാലന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇൻഡിവിജ്വൽ ആയിരുന്നെങ്കിൽ അവിടെയുള്ള 13 പേർക്കും അപ്പം അവിടെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടും. നന്നായി കളിക്കാത്തവരെ സേവ് ചെയ്യാനും നന്നായി കളിച്ചവരെ പുറത്തു പോകാനും കാരണമാവാൻ പവർ റൂം ഒരു ഘടകമായിട്ടുണ്ട്. പവർ റൂം ആയാലും ക്യാപ്റ്റൻസി ആയാലും പവർ റൂമിൽ എത്രയോ തവണ അവിടെ ആൾക്കാർ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ജയിൽ നോമിനേഷന് പോലും ഞങ്ങളവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. പവർ റൂമിലുള്ള ആൾക്കാരും ജയിൽ ക്യാപ്റ്റനും നമുക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല, നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഈ സമയത്ത് നമ്മൾ അവരുടെ പെർഫോമൻസ് എത്രയോ ദിവസം ഭയങ്കര സേഫ് ആയിട്ട് 1 വീക്ക് പവർ റൂമിൽ കയറിയിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ പോയ ഒരാൾ അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തുള്ളത് ശരിക്കും ആരായിരുന്നു എവിക്ട് ചെയ്തതിൽ? എനിക്ക് റെസ്മിൻ തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ പറയട്ടെ, ഞങ്ങള് ഒരു വീക്ക് ഫുൾ ഞങ്ങള് നോമിനേഷനിൽ വന്നു. ആ സമയത്തായിരുന്നു റസ്മിൻ പോയത്. ഇപ്പൊ കഴിഞ്ഞ ഞാൻ ഇറങ്ങുന്ന വീക്കിന് തൊട്ട് മുമ്പത്തെ കാര്യമായിട്ടോ പറയണേ. ഞാൻ ഇറങ്ങുന്ന വീക്ക് ആ എവിക്ഷൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, ആ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. സ്റ്റിൽ അപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പവർ റൂമിലുണ്ട്, ക്യാപ്റ്റനായിട്ടുണ്ട്. നമുക്ക് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം കുറേ ആൾക്കാർ അങ്ങനെ ജാൻമണി ചേച്ചിയെക്കാളും നിൽക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് ജാൻമണി ചേച്ചിയെ പോലെ ഒരാൾ പുറത്തു പോയത്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഈ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നവർ ഇപ്പൊ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഈ എവിക്ഷന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന എവിക്ഷൻ പ്രക്രിയയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെ കമ്പാരിറ്റീവ്ലി കുറെ കൂടി സ്ട്രോങ് ആയതുകൊണ്ടും അതുമായിരുന്നു റീസൺ പുറത്തു പോയത്, അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ മറ്റു വ്യക്തികൾ കുറെ കൂടി സേഫ് ആയിട്ട് ഇപ്പൊ പുറത്തു പോകേണ്ടവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അവർ എവിക്ഷൻ പ്രക്രിയയിൽ ഉണ്ടായിരുന്നു, അതോ അവരവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു? പുറത്തു പോയ വ്യക്തികൾ എനിക്ക് തോന്നുന്നു ശ്രീരേഖ ചേച്ചി ഉണ്ടാവും, ജാൻമണി ചേച്ചി. അല്ല, ഞാൻ പുറത്തു പോയ കാര്യത്തില പറഞ്ഞേ. അപ്സര പോകുന്ന സമയത്ത് അവിടെ അപ്സരയ്ക്ക് മുമ്പേ പുറത്തു പോകേണ്ടവർ അവിടെ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു അല്ലെ? അവർ ഈ എവിക്ഷൻ പ്രക്രിയയിലെ അകത്തായിരുന്നു പുറത്തായിരുന്നു? ഐ മീൻ ഈ എവിക്ഷനിൽ ഉണ്ടായിരുന്നു, സേഫ് സോണിലായിരുന്നു. എത്രയോ ആൾക്കാർ എവിക്ഷന് വരാത്ത എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ പുറത്തു പോകേണ്ട മുമ്പേ പുറത്തു പോകേണ്ടവരായിരുന്നു തോന്നിച്ചിരിക്കാറ്?
ഒരുപാട് ഞാൻ പറയട്ടെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് ജിൻഡോ ചേട്ടൻ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല, ജാസ്മിൻ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സായി ചേട്ടൻ, സിജോ ചേട്ടൻ, ഇവരെ അർജുൻ, ശ്രീതു, കുറേ ആൾക്കാരുണ്ട് അവിടെ. സോ എനിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് വോട്ടിങ്ങിന്റെ ഇതിലാണ് ഞാൻ പോയത്. എന്നെ കാണുമ്പോൾ എല്ലാവരും അപ്സര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജിൻഡോ ചേട്ടനായാലും ജാസ്മിൻ ആയാലും അവരെ ഞാൻ പറയുന്നില്ല, പുറത്ത് നിൽക്കുന്ന അവരുടെ ആരാധകർക്ക് ഇത്രയും ഭയമുണ്ടായിരുന്നു എന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവരുടെ വളർച്ചയ്ക്ക് അപ്സര ഭീഷണിയായിരുന്നു എന്നെനിക്ക്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു? ഇപ്പം എന്തായാലും ഞാൻ അവിടെ സംസാരിക്കുന്ന പോലെ ജിൻഡോ ചേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ജാസ്മിൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ആരെയും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് ഓപ്പോസിറ്റ് വരുന്നതിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കോ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടോ? കുറെ കൂടി PR വർക്ക് ചെയ്തിട്ട് വേണമായിരുന്നു അകത്ത് പോവാൻ എന്നുള്ളത്. കുറെ കൂടി PR വർക്ക് എന്നല്ല, PR വർക്ക് ചെയ്തിട്ട് PR ഒക്കെ ചെയ്തിട്ടില്ല, ഞാൻ PR വർക്ക് ചെയ്തിട്ടില്ല. PR വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇപ്പം എനിക്കിപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മേ ബി ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എനിക്ക് ശക്തമായ ഒരു PR വർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കൊരു PR വർക്ക് ഞാൻ ശക്തമായി കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ 77 ദിവസം ഞാൻ ഇറങ്ങേണ്ട ഒരാളായിരുന്നു. ശരിക്കും ഒരു 5 സീസൺ കഴിഞ്ഞിട്ട് 6ാമത്തെ സീസണിലെ അറിയുന്ന വ്യക്തിയാണ്. അതിന് മുമ്പ് PR ഉണ്ടെന്നുള്ളത് അറിയാം. ഒരു 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 മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ ഈ ഷോയുടെ ഭാഗമാണ്. അകത്ത് കളിക്കൊപ്പം തന്നെ പുറത്തും കളി ഉണ്ടെന്ന് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലെ? അറിഞ്ഞിട്ട് തന്നെ പോയിട്ടുള്ള ഒരാളാണ്? അല്ല 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 ഈ PR വർക്കിന്റെ കാര്യം മുൻപേ അറിയില്ല? പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ കഴിയുന്നത് വരെയും PR വർക്കിനെ കുറിച്ചൊരു എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇതുവരെ ഇങ്ങനെ PR വർക്ക് കേട്ടിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു. മുൻ സീസൺ കണ്ടിട്ടോ അല്ലെങ്കിൽ മത്സരാർത്ഥികളെ സപ്പോർട്ടോ ഇതൊന്നും അറിയില്ല. അറിയണമെന്ന് പറയണോ? അല്ലല്ല, സത്യസന്ധം പറഞ്ഞാൽ മതി. സത്യസന്ധമായിട്ട് പറഞ്ഞ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ആക്ച്വലി എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, ഹാക്കായി പോയി. അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത്ര ഭയങ്കര അറിവുള്ള ഒരാളല്ല ഞാൻ. ചിലപ്പോൾ എന്റെ അറിവുകേടായിരിക്കാം, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞു എപ്പോഴാന്ന് വെച്ചാൽ, ഞാൻ അതിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നതിന് മുമ്പ് PR വർക്കുണ്ട്, നമ്മളെ പുറത്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് വിളി വന്നതിന് ശേഷം എനിക്ക് അറിയാമായിരുന്നു. സ്റ്റിൽ അപ്പോഴും നമുക്ക് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു, ഒരാളോടും ഷെയർ ചെയ്യാൻ പാടില്ല. ഇത് ആരോടും നമ്മളൊക്കെ കോള് വന്നിട്ടുള്ള കാര്യം പോലും ഇത് ആരോടും പറയാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റും. ഞാൻ അപ്പോഴും സൂര്യ എന്ന് പറഞ്ഞൊരു ചാനലിൽ സീരിയൽ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ പോകുന്നതിന് 3 ദിവസം മുമ്പാണ് ഞാൻ സീരിയലിൽ നിന്ന് പോലും ക്വിറ്റ് ചെയ്തത്. അവരോട് പോലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇതെനിക്ക് വേണ്ടിയാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നത് വരെ പറഞ്ഞിട്ടില്ല, റീസൺ പറഞ്ഞില്ല. ഞാൻ ചെന്നൈയിൽ പോകുന്നതിന് 3 ദിവസം മുന്നെയാണ് ആ സീരിയലിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നത്. അതും ആ സീരിയലിന്റെ ആൾക്കാർ നിലവിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ കള്ളം പറയുവാണെങ്കിൽ, കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കള്ളം പറഞ്ഞാൽ എന്ത് ഭവിഷ്യത്തുണ്ടാവും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിവുള്ള ഒരാളാണ്. അപ്പൊ എനിക്കിപ്പോ നിങ്ങളെ ശരിക്കും അങ്ങനെ ഒരു വർക്ക്, ശരിക്കും പ്രത്യേകിച്ച് സീരിയലിലൊക്കെ ഒരു വേഷം, അതിന്റെ കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് സംഭവമായിരുന്നു അല്ലെ? ശരിക്കും ഏതായിരുന്നു സീരിയൽ? അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അമ്മക്കിളി കൂടുന്നുണ്ട് സൂര്യ TV യിൽ. ഞാൻ ഇപ്പം സാന്ത്വനം കഴിഞ്ഞൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അമ്മക്കിളിക്കൂട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. 2 സീരിയൽ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ പോയാലും ഭീകര പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു ഞാൻ. ശ്രീജിത്ത് വിജയ് ആയിരുന്നു ശ്രീജിത്തേട്ടനായിരുന്നു എൻ്റെ ഹീറോ. പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ആയിട്ടാണ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അവർക്ക് എന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒരു ചാൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര എൻ്റെ ഡ്രീമായിരുന്നു, ബിഗ് ബോസ് ആ ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, അവരെ ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്, പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആരോടും പറയാൻ പാടില്ല, ഇത് ഒരാളോടും നമ്മൾ പോകുന്നത് വരെ അവിടെ എത്തുന്നത് വരെ ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. സോ ഞാൻ ആദ്യം ഇങ്ങനെ PR വർക്ക് ഉണ്ട് അങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ എനിക്ക് തോന്നി നമുക്ക് അങ്ങോട്ട് സപ്പോർട്ട് കിട്ടിയാൽ ചിലപ്പോൾ നന്നായിരിക്കും. ഇത് എന്താന്ന് വ്യക്തമായ ധാരണയില്ല, പക്ഷെ എന്നാലും നമുക്ക് ആരെങ്കിലും സമീപിച്ചാലോ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ അതൊരു പക്ഷെ എന്നെ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാതിരിക്കാൻ അത് കാരണമായേക്കാം. ഇവൻ നമ്മൾ അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ, ഇത് പുറത്തായാൽ അതൊരു മോശമാണ്. അതെന്താന്ന് പോലും നമുക്കറിയില്ല, അതെങ്ങനെ നമ്മളെ എഫക്ട് ചെയ്യും നമുക്കറിയില്ല. ചിലപ്പോൾ ഇതിന്റെ ക്രൂവിനെ ഒക്കെ മേ ബി അവരത് അറിഞ്ഞാൽ അവർക്ക് അപ്പോഴും അവർ നമ്മളോട് പറയുന്നുണ്ട്, ഇത് പുറത്ത് പോയാൽ ലീക്കായാൽ നമ്മൾ അതിലേക്ക് വിളിക്കാതിരിക്കാൻ വരുമ്പോഴും അതിന്റെ ഒരു പോസിറ്റീവിനേക്കാൾ മുമ്പ് നെഗറ്റീവ് ചിന്ത ആദ്യം പോകുന്ന വ്യക്തിയാണ്. അപ്പൊ നേരത്തെ ബിഗ് ബോസ് അകത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്നു, ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം, ഒരു പക്ഷേ ഇവർ പറയുന്നത് നല്ല കാര്യങ്ങളല്ലെങ്കിലോ മോശമായിട്ട് എന്നെ ബാധിച്ചേക്കാന്ന് പറയുന്നു. ഇപ്പൊ PR വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വശം, ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് വരെ ഒരു നെഗറ്റീവ് സാധനം ഉണ്ടായേക്കോ എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. അത് മുൻധാരണ, ഒരു നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്നോണ്ടല്ല.
അത് അത് എന്താ പറയാ ഒരു കരുതലായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ. ആക്ച്വലി നമ്മള് ലൈഫിൽ കുറെ എടുത്തു ചാടിയത് കൊണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് എടുത്തു ചാട്ടം നല്ലതല്ല എന്ന് ഈ പഠിച്ചൊരു വ്യക്തിയാണ്. പേഴ്സണൽ ലൈഫ് എവിടേക്ക് പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? പ്രൊഫഷണൽ ലൈഫ് എന്നല്ല, എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ടീച്ചറാണ് എൻ്റെ എക്സ്പീരിയൻസ്, ലൈഫിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്തെന്ന് ചിന്തിക്കാണ്ട് കുറേ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുമുണ്ട്. സോ ഞാൻ ഇപ്പം എൻ്റെ അപ്പോഴും എൻ്റെ കൺസേൺ എനിക്ക് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പോകണം, എനിക്ക് പെർഫോം ചെയ്യണം. എൻ്റെ ടാലന്റിൽ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും, 100 ദിവസം നിൽക്കാൻ പറ്റും, കപ്പടിക്കാൻ പറ്റും, കപ്പ് കിട്ടും, അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഫസ്റ്റ്. എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോകണം, എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്ക് അവിടെ കുറേ പെർഫോം ചെയ്യണം. ഞാൻ അങ്ങനെ ആ സമയത്ത് ചിന്തിച്ചോളൂ. മേ ബി ഒരു പക്ഷെ ഈ രീതിയിൽ നമ്മൾ പോയാൽ, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ, അത് ചിലപ്പോൾ എനിക്ക് അവിടെ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വന്നാൽ, അങ്ങനെയുള്ള ചില ലൈഫിലെ ട്രോമ കൊണ്ട് വേണ്ടാന്ന് വെച്ച തീരുമാനം ഇപ്പൊ ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട് റിഗ്രറ്റോട് കൂടി? ഇപ്പോഴും എനിക്കത് വിഷമം വരുന്നില്ല. എന്താണെന്നറിയോ, മേ ബി ഒരു പക്ഷേ ഈ പറയുന്ന പോലെ PR വർക്കൊക്കെ ചിലപ്പം എല്ലാവരും ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ മേ ബി ഞാനും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായേനെ, കപ്പടിച്ചു വന്നേനെ. മേ ബി എനിക്കറിയില്ല, ആൾക്കാർ അപ്പോഴും നമുക്ക് അറിയത്തില്ലല്ലോ, മേ ബി കിട്ടിയേനെ, എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ 100% അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, ചെയ്തിട്ടുമുണ്ട്. എൻ്റെ 100% ഞാൻ 100% അല്ലെങ്കിലും എല്ലാത്തിലും 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ അവിടെ നന്നായിട്ട് നിൽക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളെ ബാക്കിൽ നിന്നും കൂടെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്ക് നിൽക്കാൻ പറ്റിയേനെ. പക്ഷെ ഈ പറയുന്ന പോലെ ഞാനത് ചെയ്യാത്തത് എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ എത്തണം എന്ന്, അല്ലാതെ എന്താ പറയാ അവിടെ പോയി. പക്ഷെ ഞാൻ ആരോടും ഇതിനെപ്പറ്റി ഇതിന് മുന്നേ അതിൽ നിന്ന ആൾക്കാരോ കോണ്ടാക്ട് ചെയ്യുവോ ഇതിന്റെ ഡീറ്റെയിൽസ് തിരക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ പോയൊരു വ്യക്തിയാണ് ഞാൻ. അത് ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് വേണമെങ്കിൽ ആരോടൊക്കെ എങ്കിലും അതിന്റെ എക്സ്പീരിയൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ല. നമ്മൾ ഒന്നും ഒഴിവാക്കാൻ പറഞ്ഞ് തുടങ്ങി വെച്ചേല് അല്ലെ, ഒന്നിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വന്നു. സോ ക്യാപ്റ്റൻസി ടാസ്ക് വേഴ്സസ് ജയിൽ നോമിനേഷൻ, ഏതിനെടുത്ത് ഒഴിവാക്കും? അയ്യോ, അത് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒന്നും ഒഴിവാക്കിയേ പറ്റൂ. എന്താ വെച്ചാല് ക്യാപ്റ്റൻസിയാണ് ആ വീട്ടിൽ ഞാൻ പോയതിനു ശേഷം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ക്യാപ്റ്റൻസിയാണ്. പിന്നെ എങ്ങനെയാ അത് ഒഴിവാക്കുന്നത്? രണ്ടാമത് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ മടിയന്മാരായിരിക്കുന്ന ആൾക്കാരെ എടുത്ത് നമ്മൾ ജയിൽ നോമിനേഷൻ ജയിലിൽ ഇടുക എന്ന് മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. അലസത മാറ്റാൻ അവർക്ക് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു അവസരമാണത്. ശരിക്കും നമ്മുടെ ഈ സെഗ്മെന്റ് ഉദ്ദേശിക്കുന്നത് രണ്ടും ഒരേപോലെ ആവശ്യമുള്ളതും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളതും കൊണ്ടുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഒന്നും ഒഴിവാക്കിയേ പറ്റൂ. എനിക്ക് തോന്നുന്നു ജയിൽ നോമിനേഷൻ ആയിരിക്കും. കാരണം നമുക്ക് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെയല്ല തുടരട്ടെ എന്നല്ല, ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു ജയിൽ നോമിനേഷൻ ഇല്ലെങ്കിലും നമുക്ക് പറ്റും. പക്ഷെ ക്യാപ്റ്റൻസി എന്നൊരു സാധനം ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ പെർഫോം ചെയ്യാൻ സാധ്യത കുറവാണ്. സോ ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് അതിന്റെ അവസരം കിട്ടട്ടെ, നേരിട്ട് വിരൽ ചൂണ്ടട്ടെ. നെക്സ്റ്റ് ജിൻഡോ വേഴ്സസ് ജാസ്മിൻ, ആര് പുറത്തു പോകണമെന്നാണ്? പുറത്താക്കണം, എടുത്തു കളയാം. അങ്ങനെ ചോദിച്ചാ മനസ്സിൽ പെട്ടെന്ന് ഉത്തരം വന്നു, പക്ഷെ എവിടേക്കോ ഡിപ്ലോമാറ്റിക് ആയേ പറ്റൂ. ഒരിക്കലും അല്ല. ആക്ച്വലി ഞാൻ പറയട്ടെ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ കറക്റ്റ് എനിക്ക് ആൻസർ വരുന്നു ജിൻഡോ ചേട്ടൻ വന്നു. ഞാൻ എന്താ പറയാത്തെ? ഒരാളെ മാത്രം പറയുമ്പോൾ എങ്ങനെ ഡിപ്ലോമാറ്റിക് ആവുക? അല്ല, എനിക്കല്ല ഇപ്പൊ ഒരാളുടെ പേര് മാത്രം ഞാൻ പറയട്ടെ. ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ എനിക്കിപ്പോ വേണമെങ്കിൽ ഒരാളുടെ പേര് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എനിക്ക് പറയാം. പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തത്, എനിക്ക് രണ്ടുപേരും 100% അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടുപേരും പിടിച്ച് പുറത്താക്കാൻ ചാൻസ് കിട്ടി, രണ്ടുപേരും പിടിച്ച് പുറത്താക്കുന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, രണ്ടുപേരും ഈക്വൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാൾ ഒഴിവാക്കണമെങ്കിൽ ആരായിരിക്കും? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ, അല്ലാതെ രണ്ടുപേരിൽ ഒരാൾ ഏത് ബെറ്റർ എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പക്ഷെ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ടാസ്കിന്റെ കാര്യത്തിൽ ഇപ്പൊ ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈക്വൽ ജാസ്മിനോട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും ഈക്വൽ തന്നെയാണ്. ഇപ്പൊ പുറത്ത് PR-ന്റെ കാര്യം ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത്, രണ്ടുപേരും എനിക്ക് ഈക്വൽ ആയിട്ട് എനിക്ക് തോന്നിയത്. സോ അപ്പൊ എനിക്ക് പുറത്തിറക്കേണ്ട കാര്യം ചിന്തിക്കുമ്പോൾ എനിക്ക് ഡിപ്ലോമാറ്റിക്കലി പറയാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു കുറെ കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി ജിൻഡോ ചേട്ടനേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് ജാസ്മിനാണെന്ന് തോന്നുന്നു. ജാസ്മിൻ നിൽക്കട്ടെ, ജിൻഡോ ചേട്ടൻ പുറത്തു പോട്ടെ. പക്ഷെ ജിൻഡോ ചേട്ടൻ നല്ല വ്യക്തിയാട്ടോ, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. പ്രവൃത്തിയാണ് പ്രശ്നം, വ്യക്തിത്വമല്ല അല്ലേ?
ജാസ്മിനെ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ കാരണം ജിൻഡോ ചേട്ടനേക്കാൾ കൂടുതൽ അവിടെ കാര്യങ്ങൾ ഇടപെടുന്ന വ്യക്തി ജാസ്മിനാണ്. എല്ലാവരുടെ അടുത്തും ഒരു പ്രശ്നം ഉണ്ടായാലും ഇടപെടുന്ന വ്യക്തി ജാസ്മിനാണ്. കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി ജിൻഡോ ചേട്ടനേക്കാൾ കൂടുതൽ കുറച്ച് വ്യക്തതയുള്ളത് ജാസ്മിനാണ്. വ്യക്തിത്വത്തെ ഡിപ്പെൻഡ് ചെയ്ത് അല്ല, ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. ഗെയിമർ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പടി പിന്നിൽ നിൽക്കുന്നത് ജാസ്മിനാണ്. സോ ജാസ്മിൻ നിൽക്കട്ടെ. ജിൻഡോ ചേട്ടൻ പുറത്ത് പോട്ടെ. കൺഫെഷൻ റൂം വേഴ്സസ് കിച്ചൺ. കൺഫെഷൻ റൂം വേഴ്സസ് കിച്ചണോ? ഏത് ഒഴിവാക്കും? ഏതിലും ഒന്ന് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ വേണ്ടെന്ന് വെച്ചേ പറ്റൂ. ഇതിപ്പോ രണ്ടിനും എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളും വശങ്ങളും ഉണ്ട് അല്ലെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു അധികാരം തരാണ്. കിച്ചൺ ഒഴിവാക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാണ്ട് ലോകത്ത് ആർക്കും ഒരു പരിധിവരെ ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺഫെഷൻ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കൂടി അവിടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ആണ്. കൺവേ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു കൺഫെഷൻ റൂമാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു കാര്യം നഷ്ടമായാൽ കുറച്ചും കൂടി പ്രശ്നമാവുന്നത് കിച്ചൺ ആയിരിക്കാം മേ ബി. അല്ലെങ്കിൽ നമുക്ക് കിച്ചന് പകരം വേറെ അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, സന്തോഷം. നിലവിൽ അതിന് സാഹചര്യം ഇല്ലാന്ന് അവിടുത്തെ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു കൺഫെഷൻ റൂം ആയിരിക്കും ബെറ്റർ. അർജുൻ അഭിഷേക്? അഭിഷേക് നന്നായിട്ട് ടാസ്ക് ചെയ്യും, സൂപ്പറായിട്ട് അവൻ ചെയ്യും. കാരണം എനിക്ക് അവൻ ഏറ്റവും നന്നായി ടാസ്ക് ചെയ്യുന്ന കാരണം ഞങ്ങളൊരു ടവർ ടാസ്ക് ഉണ്ടായിരുന്നു. ടവർ ടാസ്കിൽ എനിക്ക് ആക്ച്വലി ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരു ടവർ ടാസ്കിൽ ഞാനും റസ്മിനും ആയിരുന്നു ഞങ്ങളുടെ ഒരു ടീമിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൽ അർജുനും ഉണ്ടായിരുന്നു. അർജുൻ ഡിഫെൻഡ് ചെയ്യാനും ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നിന്നത്. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഞങ്ങളത് 2 പെൺകുട്ടികളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തു, അങ്ങനെ അറ്റം പ്രൊട്ടക്ട് ചെയ്തു. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിൻ അർജുനെ കൊണ്ട് ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഡിഫെൻഡ് ചെയ്യാം. അപ്പോൾ തനിക്ക് ഞാൻ പോവാം, പക്ഷെ നീ ഇത് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ പോവാ. അപ്പോൾ തനിക്ക് പറ്റുമോ? ഞാൻ വീണ്ടും പറയണേ, എടോ എനിക്ക് പറ്റും, ഞാൻ പോവാന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തോ ഒരു സാധനം എൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് ടവറോട് കൂടി സത്യം ടവറോട് കൂടി ഞാൻ പൊങ്ങിപ്പോയി നിലത്ത് നെഞ്ചത്ത് റീത്തൊക്കെ വെച്ച പോലെ ഞാൻ ഇങ്ങനെ കിടക്കുക. പിന്നെ അറിയുന്നത് ആ വന്ന സാധനം അഭിഷേകായിരുന്നു. അവനെ ടാസ്ക് ജയിക്കണമെന്നേ ഉള്ളൂ, അതിൽ ഒരാൾക്ക് ഇഞ്ചുറി പറ്റുമെന്നോ മാനസിക പരിഗണനകളൊന്നുമില്ല അവൻ തന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല നമ്മൾ പിടിച്ചു മാറ്റാം, ഇവൻ പുറകിൽ നിന്ന് ഓടി ഒരാൾ ശക്തമായിട്ട് എൻ്റെ ബാക്കിൽ ഇടിച്ചിട്ട് ടവറോട് കൂടി ഞാൻ പൊങ്ങിപ്പോയി. ഞാൻ അങ്ങനെ പോയി വീണു. ഞാൻ അങ്ങനെ എടുത്ത് എന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തോ ജാസ്മിൻ നമ്മളെല്ലാരും കൂടെ ലാസ്റ്റ് ഞാൻ, സിജോ ചേട്ടൻ, സായി ചേട്ടൻ, അഭിഷേക്, ജാസ്മിൻ ആയിരുന്നു ലാസ്റ്റ് ഫൈനലിൽ വന്ന ടാസ്കിൽ. ഞാൻ നോക്കുമ്പോൾ അഭിഷേക് ജാസ്മിൻ ഇങ്ങനെ ഒരു കപ്പലണ്ടി ഒക്കെ എടുത്തിരുന്ന പോലെ ഇങ്ങനെ അറിയാം. ജാസ്മിൻ ഇങ്ങനെ പറന്നു പോകണം ഞാൻ കണ്ടു. മറ്റേ അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇതിട്ടിട്ടുണ്ട്, തറയോട് ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് നമ്മളിങ്ങനെ ബാക്ക് ഇടിച്ചിട്ട് വീഴുക. അപ്പൊ ടാസ്ക് അവൻ ഒന്നും നോക്കില്ല. അവൻ ടാസ്കിന് വേണ്ടി അവൻ 100% കൊടുത്ത്. ടാസ്കിന് ഇടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും ഈ ഫിസിക്കൽ അസോൾട്ട് പെടില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, വരും. പക്ഷെ നമുക്കത് കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതെനിക്ക് എഫക്റ്റ് ആയത് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്ക് മെഡിക്കൽ റൂമും ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇത് അവിടെ പരിധിയുണ്ട്. പക്ഷെ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഇതുവരെ ടാസ്കുകളിലോ ഒന്നിലും വേറൊരാളെ ഫിസിക്കലി അവൻ ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ എന്തും ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് വിന്നർ ആവണമെന്ന് അവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റൊന്നും വിഷയമല്ല. എല്ലാവർക്കും ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ശരിക്കും അപ്സരയ്ക്ക് ആരായിരുന്നു അത്രയും ഒരു ഫേവറേറ്റ്? വ്യക്തിപരമായിട്ടാണോ പിന്നെ ഗെയിമർ എന്ന രീതിയിൽ? രണ്ടാണ്. നല്ല വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് റസ്മിനാണ്. അവൾ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൾ ഒരിക്കലും ഇങ്ങനെ മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ എനിക്കിത് വേണം എന്ന് അല്ല പ്രതികരിക്കുക, സ്വാർത്ഥയല്ല. പക്ഷേ അതുപോലത്തെ ഒരു ഗെയിം ഷോയിലൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യം ഒരു സ്വാർത്ഥത വേണമെന്ന് ഇപ്പൊ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി. ഗെയിമിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആരാണ് ഗെയിമർ എന്ന രീതിയിൽ? എനിക്ക് അർജുനെ ഇഷ്ടമാണ്. വ്യക്തി എന്ന രീതിയിൽ എനിക്ക് അർജുൻ ഇഷ്ടമാണ്. ഗെയിമർ എന്ന രീതിയിൽ ജിൻഡോ ചേട്ടൻ.
കാരണം പുള്ളി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റി. ഓക്കെ. അതേ കാര്യങ്ങൾ മറന്നു പോവാതെ അവിടെ ചെയ്യാനും അദ്ദേഹത്തിന് പറ്റി. ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൾക്കാരുടെ കയ്യടി വാങ്ങാൻ പറ്റുന്നുണ്ട്. എന്ത് നെഗറ്റീവ് ചെയ്തിട്ടാണെങ്കിൽ പോലും കപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ സത്യസന്ധത അല്ല വേണ്ടത്, എന്തും ചെയ്തും നമ്മള് നമ്മുടെ ലക്ഷ്യം നടപ്പിലാക്കണം എന്നൊരു മെസ്സേജ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗെയിമർ എന്ന രീതിയിൽ ജിൻഡോ ചേട്ടൻ